Network News is brought to you in association with Coloricals Gold Park, Manufacturers and Wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുട്ടികളുടെ ടൈപ്പ് 1 പ്രമേഹത്തിനുള്ള സർക്കാരിന്റെ മിഠായി പദ്ധതിയിലൂടെ നൽകുന്ന സൗജന്യ മരുന്നുകൾ കൃത്യമായി ലഭിക്കുന്നില്ലെന്ന് പരാതി. ഒരു മാസത്തോളമായി പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മരുന്നു കിട്ടാനില്ല. പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ അനധികൃത വഴിയോര കച്ചവടം ഒഴിപ്പിച്ചു. പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന തരത്തിൽ അനുമതിയോടെ അല്ലാതെ ഇനി വഴിയോര കച്ചവടം അനുവദിക്കില്ലെന്ന് നഗരസഭാ അധികൃതർ. പശ്ചാത്തല മേഖലയിൽ ഉൾപ്പെടെ സമഗ്ര പദ്ധതിയുമായി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന സെമിനാർ. സമ്പൂർണ്ണ ഡിജിറ്റൽ ബ്ലോക്ക് പഞ്ചായത്തായി കല്യാശ്ശേരിയെ മാറ്റും. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ മുൻ MLA TV രാജേഷ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മയക്കുമരുന്ന് ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി ജാഗ്രതാ പരേഡ് സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കുട്ടികളുടെ ടൈപ്പ് 1 പ്രമേഹത്തിനുള്ള സർക്കാരിന്റെ മിഠായി പദ്ധതിയിലൂടെ നൽകുന്ന സൗജന്യ മരുന്നുകൾ കൃത്യമായി ലഭിക്കുന്നില്ലെന്ന് പരാതി. ഒരു മാസത്തോളമായി പെരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മരുന്ന് കിട്ടാനില്ല. സർക്കാരിന്റെ മിഠായി പദ്ധതിയിലൂടെ പെൻ ഇൻസുലിൻ, കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്റർ, ഇൻസുലിൻ പമ്പ്, നീഡിൽ എന്നിവ ഉപയോഗിച്ചുള്ള ചികിത്സ സൗജന്യമായി നൽകിയിരുന്നു. എന്നാൽ മരുന്നുകൾ കിട്ടാത്തതിനാൽ ഇൻസുലിൻ അടക്കമുള്ളവ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നത് സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കുന്നത്. പ്രതിമാസം 10,000 രൂപയിലധികം ചികിത്സാ ചെലവിനായി വരുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികളുടെ ചികിത്സ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഓരോ നിമിഷവും പ്രമേഹം കൂടിയും കുറഞ്ഞും ഇരിക്കുന്നതിനാൽ ദിവസവും 8 തവണയെങ്കിലും ഗ്ലൂക്കോമീറ്ററിൽ പരിശോധന നടത്തുകയും ശേഷം ആവശ്യമായ അളവിൽ ഇൻസുലിൻ എടുക്കുകയും വേണം. സാമൂഹിക സുരക്ഷാ മിഷന്റെ കീഴിൽ പ്രമേഹബാധിതരായ കുട്ടികളുടെ സമഗ്ര ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് മിഠായി. വരുമാന പരിധി 2 ലക്ഷത്തിൽ താഴെയുള്ള കുടുംബങ്ങളിലെ 18 വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് മിഠായി പദ്ധതിയിലൂടെ മരുന്നുകൾ സൗജന്യമായി നൽകുന്നത്. മരുന്ന് ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ അനധികൃത വഴിയോര കച്ചവടം ഒഴിപ്പിച്ചു. പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന തരത്തിൽ അനുമതിയോടെ അല്ലാതെ ഇനി വഴിയോര കച്ചവടം അനുവദിക്കില്ലെന്ന് നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. പയ്യന്നൂർ നഗരത്തിൽ നികുതിയും വൻതോതിലുള്ള കെട്ടിട വാടകയും നൽകിയാണ് വ്യാപാരികൾ കച്ചവടം നടത്തുന്നത്. എന്നാൽ വഴിയോര കച്ചവടക്കാരുടെ പെരുപ്പം ഇവരുടെ കച്ചവടത്തെ മോശമായി ബാധിക്കുന്നുണ്ട് എന്ന പരാതിയും, കാൽനടയാത്ര പോലും സാധ്യമാകാത്ത നിലയിൽ വഴിയോരത്ത് കച്ചവടം വിപുലപ്പെടുത്തുന്നത് പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. പോരാതെ ഭക്ഷ്യവിഷബാധയും മഞ്ഞപ്പിത്തവും റിപ്പോർട്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ നഗരസഭയുടെ ലൈസൻസോ മറ്റോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ലഘുഭക്ഷണശാലകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയാത്തതുമൊക്കെയുള്ള പരാതികളിൽ നിന്നാണ് നഗരസഭ നടപടി ശക്തമാക്കിയത്. ഇപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരുപാട് പഴയ ട്രേകളും ഒരുപാട് മാലിന്യങ്ങളും ഒക്കെ കൂട്ടിയിട്ട അവസ്ഥയിലാണ്. അവരെ ജീവിക്കാനുള്ള ഒരു കച്ചവടം ചെയ്യാനുള്ള ഉദ്ദേശത്തിലല്ല, പണ്ടെപ്പോൾ കെട്ടിവെച്ച ഒരു സാധനമാണ്. അപ്പോൾ ഇത് നഗരത്തിൻ്റെ ഭംഗിയെ തന്നെ മോശമായി ബാധിക്കുന്ന തരത്തിലാണ് ഈ കച്ചവടങ്ങളൊക്കെ. നമ്മുടെ നഗരപരിധിയിലിപ്പോൾ ഒരു 77 സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം സ്ഥാപനങ്ങൾ മാത്രമേ ലൈസൻസ് പുതുക്കി നല്ല വൃത്തിയോടെ ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഇതിനി നമുക്ക് ഈ തരത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല.
വാടകയ്ക്കൊരു മുറിയെടുക്കാൻ പോലും കഴിവില്ലാതെ വരുന്നവരാണ് പലപ്പോഴും ജീവിതമാർഗമായി തെരുവു കച്ചവടത്തിന് ഇറങ്ങുന്നത്. അതിനാൽ തന്നെ ഒരു യൂണിഫോമിറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ ഭാഗമായി നഗരസഭയുടെ അറിവോടെ എല്ലാ സുരക്ഷാ മുൻകരുതലും മറ്റു മാനദണ്ഡങ്ങളും പാലിച്ചു ലൈസൻസ് അടക്കം നൽകിക്കൊണ്ട് ഇത്തരം കച്ചവടക്കാരെ കൂടെ ചേർത്തു പിടിക്കുവാനുള്ള കാര്യങ്ങളും നഗരസഭ ആലോചിക്കുന്നുണ്ട്. പയ്യന്നൂർ നഗരത്തിൽ അനധികൃതമായി തെരുവോര കച്ചവടം നടത്തുന്നവരെ പയ്യന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ഇന്ന് ഒഴിപ്പിക്കുകയുണ്ടായി. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ തെരുവോര കച്ചവടക്കാരെയും ഒഴിപ്പിക്കുന്ന നടപടിയിലേക്കാണ് നഗരസഭ എത്തിയിരിക്കുന്നത്. ഒരു യൂണിഫോമിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നത് തന്നെയാണ് ഇതിനു പിന്നിൽ ഉള്ളത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. വഴിയോര കച്ചവട മേഖലയിലെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 19-20 തീയതികളിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും രാപ്പകൽ സമരവും സംഘടിപ്പിക്കുന്നതിന്റെ പ്രചരണാർത്ഥമുള്ള കണ്ണൂർ ജില്ലാ വാഹനജാഥയ്ക്ക് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് തുടക്കമായി. CITU സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. വഴിയോര കച്ചവട തൊഴിലാളി സംരക്ഷണ നിയമം പഞ്ചായത്തുകളിലും നടപ്പിലാക്കുക, തൊഴിലാളി സർവേ പൂർത്തിയാക്കി തിരിച്ചറിയൽ കാർഡും ലൈസൻസും നൽകുക തുടങ്ങി വഴിയോര കച്ചവട മേഖലയിലെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 19-20 തീയതികളിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും രാപ്പകൽ സമരവും സംഘടിപ്പിക്കും. സമരത്തിന്റെ പ്രചരണാർത്ഥം ജില്ലാ സെക്രട്ടറി ST ജെയ്സൺ നയിക്കുന്ന കണ്ണൂർ ജില്ലാ വാഹന ജാഥ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് CITU സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. വഴിയോര കച്ചവട തൊഴിലാളികൾക്ക് ലൈസൻസ് നൽകണം. ലൈസൻസ് നൽകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് ഐഡന്റിറ്റി കാർഡ് കൂടി കൊടുക്കുക എന്നാണ്. 3 വഴിയോര കച്ചവട തൊഴിലാളികൾക്ക് 10,000 ഉറുപ്പ്യ വരെ ലോൺ കൊടുക്കണം എന്നും കൂടി പറയുന്നു. സംഘാടക സമിതി ചെയർമാൻ PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം അരക്കൻ ബാലൻ, ജില്ലാ പ്രസിഡന്റ് C കൃഷ്ണൻ, UV രാമചന്ദ്രൻ, KK കൃഷ്ണൻ, KU രാധാകൃഷ്ണൻ, N കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. KJ അപ്പച്ചൻ വൈസ് ക്യാപ്റ്റനും P അബ്ദുൾ റഷീദ് മാനേജരും PV ബാബുരാജ്, PK മനോജ് കുമാർ, കോയിപ്രത്ത് രാജൻ, PC സാജിദ, MC ഷാജി എന്നിവരാണ് ജാഥ അംഗങ്ങൾ. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഏഴിമല നാവിക അക്കാദമി പ്രദേശത്തിന് തൊട്ടരികിൽ തീപിടുത്തം. 8 ഏക്കറോളം സ്ഥലമാണ് തീ വിഴുങ്ങിയത്. തീവ്ര ശ്രമത്തിലൂടെയാണ് നേവൽ അക്കാദമി പ്രദേശത്തേക്ക് തീ വ്യാപിക്കുന്നത് തടഞ്ഞത്. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് നേവൽ അക്കാദമി രാമന്തളി ഗേറ്റിന് സമീപത്തെ ജസ്യൂട്ട് സൊസൈറ്റിയുടെ സ്ഥലത്തു നിന്നും തീയും പുകയും ഉയർന്നത്. നിമിഷങ്ങൾ കൊണ്ട് തീ മലമുകളിലേക്ക് ആളിപ്പടർന്നു. വിവരമറിഞ്ഞ് നേവിയിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനയും പയ്യന്നൂരിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനയും ഉൾപ്പെടെ 3 യൂണിറ്റാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. നേവൽ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. പയ്യന്നൂർ SHO KP ശ്രീഹരിയുടെ നേതൃത്വത്തിലുള്ള പോലീസും രക്ഷാപ്രവർത്തനത്തിൽ സഹായികളായി. നാവിക അക്കാദമിയിലുള്ളവർ മതിലിനപ്പുറത്തെ നാവിക അക്കാദമി പ്രദേശത്തേക്ക് തീ പടർന്നു കയറാതിരിക്കാൻ മെഷീനുകൾ ഉപയോഗിച്ച് കാടുകൾ നീക്കം ചെയ്യുകയായിരുന്നു. ഇതിലൂടെയാണ് വൻ ദുരന്തം ഒഴിവായത്. വാഹനമോ അഗ്നിരക്ഷാസേനയുടെ പൈപ്പുകളോ എത്താത്ത സ്ഥലത്തെ തീയണയ്ക്കൽ ദുഷ്കരമായിരുന്നു. മലമുകളിലെ ലൂർദുമാതാ പള്ളിയിൽ തിരുനാളാഘോഷങ്ങൾ നടക്കുന്നതിനിടയിലാണ് തീപിടുത്തം. 5 മണിക്കൂറോളം നീണ്ട കഠിന ശ്രമത്തിലൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വന്യമൃഗശല്യം കാരണം കൃഷി ചെയ്യാതെ കാടുകയറി കിടന്ന സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത്. താഴെയുള്ള ജനവാസ മേഖലയിലേക്ക് തീ പടരാതിരിക്കാൻ പരിസരവാസികൾ കാട് നീക്കം ചെയ്ത് ഫയർബെൽറ്റ് നിർമ്മിക്കുകയായിരുന്നു. ഇന്നലെയുണ്ടായ തീപിടുത്തത്തിൽ അണയാതെ കിടന്നിരുന്ന തീ ഇന്ന് രാവിലെ വീണ്ടും അഗ്നിബാധയുണ്ടാക്കി. പയ്യന്നൂരിൽ നിന്നും അഗ്നിരക്ഷാസേനയെത്തിയാണ് തീയണച്ചത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പശ്ചാത്തല മേഖലയിൽ ഉൾപ്പെടെ സമഗ്ര പദ്ധതിയുമായി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന സെമിനാർ. സമ്പൂർണ്ണ ഡിജിറ്റൽ ബ്ലോക്ക് പഞ്ചായത്തായി കല്യാശ്ശേരിയെ മാറ്റും. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ മുൻ MLA TV രാജേഷ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. 14ാം പഞ്ചവത്സര പദ്ധതിയിലെ ആദ്യവർഷ പദ്ധതി തയ്യാറാക്കുന്നതിനുള്ള വികസന സെമിനാറാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചത്. അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ നിരവധി പദ്ധതികളാണ് വികസന സെമിനാറിലൂടെ മുന്നോട്ട് വച്ചത്. സമ്പൂർണ്ണ ഡിജിറ്റൽ ബ്ലോക്ക് പഞ്ചായത്തായി മാറ്റുവാനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. മത്സ്യബന്ധന, ചെറുകിട വ്യവസായ, ആരോഗ്യ, കാർഷിക, പൊതുവിദ്യാഭ്യാസ, വനിതാ വികസന മേഖലയിൽ ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വച്ച് മുൻ MLA TV രാജേഷ് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. UP 100 പേരെടുത്താൽ 35 പേർ അതിദരിദ്രരാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റാണ് 23 കോടി ജനങ്ങൾ. അവിടെ 100-ൽ 10 പേരെ എടുത്താൽ 3.5 ആളുകൾ അതിദരിദ്രരാണ്. ഗ്രാമീണ ദാരിദ്ര്യത്തിന്റെ തോതാണ്. ഗുജറാത്തിൽ അത്
100-ൽ 20. 10 പേരെ എടുത്താൽ ഗ്രാമീണ ഗുജറാത്തിൽ 2 പേർ അതിദരിദ്രരാണ്. മധ്യപ്രദേശിൽ 100 പേരെ എടുത്താൽ മാലിന്യ നിർമ്മാർജ്ജനം, കുടിവെള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്കും പ്രാധാന്യം നൽകുന്നുണ്ട്. സെമിനാറിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷാജർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ സുനിൽകുമാർ, AV രവീന്ദ്രൻ, M ശ്രീധർ, SK ആബിദ, K തമ്പാൻ, CP ഷിജു, K താഹിറ, K രതി തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മയക്കുമരുന്ന് ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി ജാഗ്രതാ പരേഡ് സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സജിൻ ശശി ഉദ്ഘാടനം ചെയ്തു. അപകടകരമായ ലഹരി മരുന്നുകൾ യുവതയെ ലക്ഷ്യമിട്ട സമൂഹത്തിൽ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഞങ്ങളുടെ പ്രതിബദ്ധതയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്ന ജാഗ്രതാ പരേഡ്. ലഹരിക്കെതിരെയുള്ള ജാഗ്രതാ പരേഡിൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും കണ്ണിച്ചേരണമെന്ന് ഞങ്ങൾ സവിനയം അഭ്യർത്ഥിക്കുന്നു. ലഹരിയുടെ പിടിയിൽ പോകുമ്പോൾ ഒരു വ്യക്തി മാത്രമല്ല, ഒരു കുടുംബം മുഴുവനും ഇല്ലാതാവുക. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും നൂറുകണക്കിന് യുവജനങ്ങൾ അണിനിരുന്ന ജാഗ്രതാ പരേഡ് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് പി അനിഷ അധ്യക്ഷത വഹിച്ചു. VK നിഷാദ്, CV റഹ്നേജ്, C ഷിജിൽ, TCV നന്ദകുമാർ, K മനുരാജ്, K മിഥുൻ എന്നിവർ സംസാരിച്ചു. മയക്കുമരുന്ന്, സിന്തറ്റിക് ലഹരി വസ്തുക്കളുടെ വ്യാപനത്തിന്റെ ഭാഗമായി നാട്ടിലാകെ ഭീതി ഉളവാക്കുന്ന സംഭവങ്ങളാണ് തുടർച്ചയായി ഉണ്ടാകുന്നത്. ഈ സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐ നേരത്തെ ആരംഭിച്ച ജനകീയ കവചം ക്യാമ്പയിൻ ശക്തമാക്കും. സംസ്ഥാനത്ത് ആദ്യഘട്ടം 200 കേന്ദ്രങ്ങളിൽ ജാഗ്രതാ പരേഡുകൾ സംഘടിപ്പിക്കും. മേഖലാ യൂണിറ്റ് തലത്തിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാലാവസ്ഥാ വ്യതിയാന ആഘാത നിയന്ത്രണ പദ്ധതി നബാർഡ് ധനസഹായത്തോടെ സുസ്ഥിരയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നു. കണ്ണൂർ ജില്ലയിൽ 7 പഞ്ചായത്തിലാണ് കാലാവസ്ഥാ വ്യതിയാന ആഘാത നിയന്ത്രണ പദ്ധതി നടപ്പിലാക്കുന്നത്. നബാർഡിന്റെ ധനസഹായത്തോടെ കണ്ണൂർ ജില്ലയിൽ 7 പഞ്ചായത്തിൽ കാലാവസ്ഥാ വ്യതിയാന ആഘാത നിയന്ത്രണ പദ്ധതി നടപ്പിലാക്കുന്നു. ഗ്രാമപഞ്ചായത്തിലെ പുഴയോരങ്ങളിൽ കണ്ടൽ ചെടികൾ നട്ടുവളർത്തുകയും കണ്ടൽക്കാടുകളായി രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് പദ്ധതി. 1500 മീറ്റർ പുഴയോരത്ത് 2000 കണ്ടൽ ചെടികൾ നടുകയും പരിപാലിക്കുകയും ചെയ്യും. കൂടാതെ ജനകീയ പങ്കാളിത്തത്തോടെ സാധ്യമാകുന്നത്ര സ്ഥലങ്ങളിലും വിസ്തൃതിയിലും കണ്ടൽക്കാടുകൾ പരിപാലിക്കും. 7 ഗ്രാമപഞ്ചായത്തിലെ ജനകീയ കൂട്ടായ്മകൾ, കുടുംബശ്രീ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ എന്നിവരുടെ സഹായത്തോടെയും ബോധവൽക്കരണ ക്യാമ്പയിനിലൂടെയുമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പരിയാരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സുസ്ഥിര സെന്റർ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ആൻഡ് ആക്ഷൻ എന്ന സ്ഥാപനമാണ് പദ്ധതി നിർവഹണ ഏജൻസി. പദ്ധതിയുടെ ഉദ്ഘാടനം കണ്ടൽ ചെടികൾ നട്ടുകൊണ്ട് 7 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ നിർവഹിച്ചു. പരിയാരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സുസ്ഥിര ഡയറക്ടർ സണ്ണി ആശാരിപ്പറമ്പിൽ, ഡോക്ടർ ഏലിയാട്ടി പൗലോസ്, പ്രസന്ന മനോജ് എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കാര അംഗൻവാടിയിലെ കുഞ്ഞുങ്ങൾക്ക് ബിരിയാണി വിതരണം ചെയ്ത് ഗ്രാമിക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അംഗങ്ങൾ. ജീവകാരുണ്യ പ്രവർത്തനങ്ങളടക്കം ഏറ്റെടുത്ത് നടത്താറുള്ള ക്ലബ് ഇത്തവണ കുഞ്ഞു സന്തോഷത്തിന് ഒപ്പം ചേരുകയായിരുന്നു. അംഗനവാടികളിലെത്തുന്ന കുട്ടികൾക്ക് സാധാരണയായി പ്രോട്ടീൻ മിക്സും പുഴുങ്ങിയ ധാന്യങ്ങളുമടക്കം ഏറ്റവും മികച്ച ഭക്ഷണമാണ് നൽകി വരുന്നത്. അവരുടെ സമഗ്രമായ വികാസത്തിനുതകുന്ന ഇത്തരം ഭക്ഷണം ആരോഗ്യപ്രദമാണെന്ന് പറയുമ്പോഴും കഴിക്കാൻ വിമുഖത കാട്ടുന്ന കുട്ടിക്കൂട്ടമുണ്ട്. എരിവും പുളിയും മറിഞ്ഞു തുടങ്ങുന്ന കൗതുകം അവരുടെ ഭക്ഷണ അഭിരുചിയായി മാറും. അപ്പോഴാണ് പൊരിച്ച കോഴിയും ബിരിയാണിയും വേണമെന്ന് ശംഖുവിനെ പോലുള്ള കുഞ്ഞുങ്ങൾ കൊഞ്ചി പറയുന്നത്. വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണം അവരുടെ ആരോഗ്യത്തിനും ദഹനത്തിനും ഒട്ടും നല്ലതല്ലെങ്കിലും വല്ലപ്പോഴും ഇത്തരം ഇഷ്ടങ്ങൾക്ക് ഒപ്പം നിൽക്കാനാണ് ഏവരും ആഗ്രഹിക്കുന്നത്. ശംഖുവിനെ പോലുള്ള പുതിയ തലമുറകൾ പുതിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വരുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പുതിയ നിർദ്ദേശങ്ങൾ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഗവൺമെൻറ് അടക്കം ഇപ്പം ഈ വൈറൽ വീഡിയോൻ്റെ കണ്ടന്റ് ഏറ്റെടുത്തുകൊണ്ട് അംഗനവാടിക്കകത്ത് ഭക്ഷണ ക്രമീകരണം വരെ നടത്താൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ ഊർജ്ജമാണ്. അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു ഊർജ്ജം കിട്ടുമ്പോൾ നമ്മുടെ ക്ലബ്ബും അതിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ആഗ്രഹ പൂർത്തീകരണമാണ് ഇന്ന് കാര അംഗൻവാടിയിലും കണ്ടത്. കുട്ടികൾക്കായി ബിരിയാണിയും പൊരിച്ച കോഴിയും ഉണ്ടാക്കി നൽകുകയായിരുന്നു ഗ്രാമിക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ അംഗങ്ങൾ. പരിപാടിയുടെ ഉദ്ഘാടനം അംഗൻവാടിയിൽ ജവാൻ നാരായണൻ നിർവഹിച്ചു. PV മിഥുൻ, KV രാമചന്ദ്രൻ, C ശൈല തുടങ്ങിയവർ പങ്കെടുത്തു.
അംഗനവാടിയിൽ 3 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് പോഷകസമൃദ്ധമായ ഭക്ഷണം തന്നെയാണ് നൽകി വരുന്നത്. അവരുടെ ബുദ്ധിവികാസത്തിനും വളർച്ചയ്ക്കും ഒക്കെ ഏറ്റവും പ്രധാനമായിട്ട് എല്ലാ ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പോഷകാഹാരങ്ങളാണ് നൽകി വരുന്നത്. പക്ഷേ മാറുന്ന ട്രെൻഡ് അനുസരിച്ച് കുട്ടികൾക്ക് പൊരിച്ച കോഴിയും ബിരിയാണിയും ഒക്കെ വേണമെന്ന് നമ്മുടെ ശംഖു വൈറൽ വീഡിയോയിൽ പറഞ്ഞതുപോലെ കുട്ടികളുടെ ആഗ്രഹം കണ്ടറിഞ്ഞ് യുവജന സംഘടനകളും കുട്ടികളും ഒക്കെ അവർക്കൊപ്പം നിൽക്കുകയാണ്. കണ്ടങ്ങാളിയിൽ പയ്യന്നൂരിൽ നമ്മൾ കണ്ടതാണ് SPC കുട്ടികൾ ഇതുപോലെ അംഗനവാടിയിൽ കുട്ടികൾക്ക് ബിരിയാണി വിതരണം ചെയ്തത്. അതുപോലെ തന്നെ കാരയിലെ ഗ്രാമിക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ അംഗങ്ങളും മുന്നോട്ട് വന്നിരിക്കുകയാണ്. കാരയിലെ അംഗൻവാടിയിൽ ബിരിയാണിയും പൊരിച്ച കോഴിയും വിതരണം ചെയ്തിരിക്കുകയാണ്. കുട്ടികളൊക്കെ അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തിൽ തന്നെയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പൈത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. കശുവണ്ടിക്ക് തറവില നിശ്ചയിക്കണമെന്ന് കർഷകർ. കശുവണ്ടി സംഭരണവും തറവിലയും നിശ്ചയിച്ചാലേ കർഷകർക്ക് രക്ഷയുള്ളൂ എന്നും ഇവർ അഭിപ്രായപ്പെടുന്നു. വീണ്ടും ഒരു കശുവണ്ടിക്കാലം കൂടി വന്നെത്തി കഴിഞ്ഞു. എന്നാൽ പ്രതീക്ഷകൾക്കൊപ്പം ആശങ്കയിലുമാണ് കശുവണ്ടി കർഷകർ. ഇപ്പോൾ കിലോയ്ക്ക് 150 രൂപയാണ് കശുവണ്ടിക്ക് ലഭിക്കുന്നത്. കശുവണ്ടി ഉൽപ്പാദനം നല്ല നിലയിലേക്ക് ഉയരാൻ ഇനിയും നാളുകളുണ്ട്. എന്നാൽ അപ്പോഴേക്കും വില താഴുമോ എന്ന ആശങ്കയാണ് കർഷകർ പങ്കുവെക്കുന്നത്. ഒരു മഴ പെയ്താൽ തന്നെ കശുവണ്ടി കർഷകരുടെ സ്ഥിതി ദയനീയമാകും. കൂടാതെ മുള്ളൻ പന്നികളെത്തി വീണുകിടക്കുന്ന കശുവണ്ടികൾ നശിപ്പിക്കുന്നതും കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളിലൊന്നാണ്. സർക്കാർ കശുവണ്ടി സംഭരണവും ഒപ്പം കശുവണ്ടിക്ക് തറവിലയും നിശ്ചയിച്ചാലേ തങ്ങൾക്ക് ഗുണമുണ്ടാവുകയുള്ളൂ എന്ന് കർഷകർ അഭിപ്രായപ്പെടുന്നു. കശുവണ്ടിക്ക് തറവില നിശ്ചയിക്കണമെന്ന് കാര്യമായിട്ട് പറയാനുള്ളത്. പല പ്രാവശ്യവും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ട് ആദ്യം കുറച്ച് ദിവസം എടുത്തിന് പിന്നെ അണ്ടി എടുത്തിട്ടില്ല. ഇപ്രാവശ്യം നമ്മൾ ആദ്യമേ ഉണ്ട് തറവില നിശ്ചയിക്കണം. ഇതുവരെ തറവില നിശ്ചയിച്ചിട്ടില്ല. ഓരോ അണ്ടി ഇപ്പം നമ്മളെ വളപ്പിലെല്ലാം വീട് കഴിഞ്ഞാൽ അത് കിട്ടുന്നത് മുഴുവൻ മുള്ളം മുറിച്ചിട്ട് കളയുന്നു. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് നമ്മൾ വളരെയധികം കഷ്ടപ്പെടില്ല. ഇല്ല ഇപ്പം കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഏറ്റവും ഗുണനിലവാരമുള്ള കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഈ മേഖലയിലുള്ളവരുടെ ആശങ്ക അകറ്റണമെന്നാണ് കർഷകരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ ഉറവിട ജൈവമാലിന്യ സംസ്കരണത്തിനായി 1000 പേർക്ക് കൂടി റിംഗ് കമ്പോസ്റ്റ് യൂണിറ്റുകൾ വിതരണം ചെയ്തു. ഗാർഹിക റിംഗ് കമ്പോസ്റ്റ് യൂണിറ്റുകളുടെ വിതരണോദ്ഘാടനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ നിർവഹിച്ചു. മുൻവർഷങ്ങളിൽ 3600 റിംഗ് കമ്പോസ്റ്റ് യൂണിറ്റുകളും 210 ബൊക്കാഷി ബക്കറ്റ് യൂണിറ്റുകളും വിതരണം ചെയ്തിട്ടുണ്ട്. ഇതോടെ ഈ വർഷത്തെ 1000 എണ്ണവും ചേർത്ത് ആകെ 4800 ജൈവമാലിന്യ സംസ്കരണ ഉപാധികളാണ് വീടുകളിൽ സ്ഥാപിക്കുന്നത്. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട 1000 ഗാർഹിക റിംഗ് കമ്പോസ്റ്റ് യൂണിറ്റുകളുടെ വിതരണോദ്ഘാടനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ നിർവഹിച്ചു. 5000-ഓളം കുടുംബങ്ങൾക്ക് റിംഗ് കമ്പോസ്റ്റ് ഭരണസമിതി കൊടുത്തു കഴിഞ്ഞു. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിലെ പകുതിയിലേറെ വീടുകൾക്ക് റിംഗ് കമ്പോസ്റ്റ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഉറവിട മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിൽ ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ റിംഗ് കമ്പോസ്റ്റിൻ്റെ വിതരണം ഇവിടെ നടത്തിയിട്ടുള്ളത്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് നടത്തുന്ന വിവിധ പദ്ധതികളുടെ തുടർച്ചയെന്നോണമാണ് ഈ റിംഗ് കമ്പോസ്റ്റിൻ്റെ വിതരണം. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വാർഡുകളും ഇനിയുള്ള ദിവസങ്ങളിൽ വിതരണം ചെയ്യും. അതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് ബീരിച്ചേരിയിൽ വെച്ച് ഇപ്പോൾ നിർവഹിക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ IT അധ്യക്ഷത വഹിച്ചു. ആകെ 10000 വീടുകളുള്ള തൃക്കരിപ്പൂരിൽ 4800 പേർക്കാണ് ഇതുവരെ വിതരണം ചെയ്തത്. ബാക്കിയുള്ള ആളുകൾക്ക് വരും വർഷങ്ങളിൽ ഇവ നൽകുമെന്നും പ്രസിഡന്റ് VK ബാവ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് തനതു ഫണ്ടിൽ നിന്ന് 4 ലക്ഷം രൂപയും കേന്ദ്ര ധനകാര്യ കമ്മീഷൻ പ്രത്യേക ഉദ്ദേശ ഗ്രാന്റിൽ നിന്നും 17 ലക്ഷവും ഗുണഭോക്തൃവിഹിതമായി 2 ലക്ഷവും ഉൾപ്പെടെ ആകെ 23 ലക്ഷം രൂപയാണ് ഇവിടെ ജൈവമാലിന്യ സംസ്കരണ പദ്ധതികൾക്കായി ഈ വർഷം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയത്. 19ാം വാർഡിലെ ഗുണഭോക്താവായ കുഞ്ഞായിഷ KVP റിംഗ് കമ്പോസ്റ്റ് യൂണിറ്റുകൾ ഏറ്റുവാങ്ങി. വാർഡ് മെമ്പർമാരായ ഫായിസ് UP, M രജീഷ് ബാബു, KNV ഭാർഗവി, സുനീറ VP, സാജിദ സഫറുള്ള, നവകേരളം റിസോഴ്സ് പേഴ്സൺ PV ദേവരാജൻ, VO SK പ്രസൂൺ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരള വ്യാപാരി വ്യവസായി സമിതി ഫെബ്രുവരി 13-ന് പാർലമെന്റിലേക്ക് നടത്തുന്ന മാർച്ചിൽ പങ്കെടുക്കുന്ന സമര വളണ്ടിയർമാർക്ക് യാത്രയയപ്പ് നൽകി. പയ്യന്നൂർ നഗരസഭാ കൗൺസിലർ ഇക്ബാൽ പോപ്പുലർ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായ സമിതി വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫെബ്രുവരി 13-ന് പാർലമെന്റിലേക്ക് നടത്തുന്ന മാർച്ചിൽ പങ്കെടുക്കുന്ന സമര വളണ്ടിയർമാരായ P വിജയൻ, ജയശ്രീ കണ്ണൻ എന്നിവർക്ക് പയ്യന്നൂർ ഏരിയ കമ്മിറ്റി യാത്രയയപ്പ് നൽകി. സമിതി ഹാളിൽ നടന്ന ചടങ്ങിൽ ഏരിയ സെക്രട്ടറി KC രവീന്ദ്രൻ, ഏരിയ പ്രസിഡന്റ് KV മുരളീധരൻ, T ബാലകൃഷ്ണൻ, P ഗോപാലൻ, VP സുരേഷ്, C കൃഷ്ണൻ, V ശിവൻ, TV അച്യുതൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. നമുക്കറിയാം, ജാഥയുടെ സമാപന
പ്രഖ്യാപനത്തിന് ശേഷം നമ്മൾ ഡൽഹി മാർച്ച് സംഘടിപ്പിക്കുകയാണ്. 15-ാം തീയതി നടക്കുന്ന ഡൽഹി മാർച്ചിൽ നമ്മുടെ പയ്യന്നൂർ ഏരിയയിൽ 2 വ്യക്തികളെ ജില്ലാ പ്രസിഡന്റും അതുപോലെ തന്നെ സംസ്ഥാന ട്രഷറർ ശ്രീ കണ്ണൻ ഇവിടെ നിന്ന് ജാഥ ഇവിടെ ഡൽഹിയിലേക്ക് യാത്ര പോവുകയാണ്. അവർക്ക് ഒരു യാത്രയപ്പ് നൽകുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ചീരപ്പാടമൊരുക്കി വടശ്ശേരി AKG സ്മാരക വായനശാല കർഷകവേദി. വിളവെടുപ്പ് ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്തു. ചീരപ്പാടമൊരുക്കി മാത്തിൽ വടശ്ശേരി AKG സ്മാരക വായനശാല കർഷകവേദി. തരിശുരഹിത മണ്ഡലം പദ്ധതിയുടെ ഭാഗമായാണ് ചീരകൃഷി നടത്തിയിരിക്കുന്നത്. വിളവെടുപ്പ് ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല നിർവഹിച്ചു. അതുപോലെ വത്തക്കയായാലും എല്ലാം കൃഷി ചെയ്യുന്നതിനു വേണ്ടി ഇവിടെ ചെറുപ്പക്കാരടക്കം വൈകുന്നേരങ്ങളിൽ ഈ കൃഷിയെടുത്ത് വരുന്നു കൃഷി ചെയ്യുന്നു എന്നുള്ളത് മറ്റുള്ളവർക്ക് കൂടി ഒരു മാതൃകയാണ്. വാർഡ് മെമ്പർ K പങ്കജാക്ഷൻ അധ്യക്ഷനായി. കൃഷി അസിസ്റ്റന്റ് M സന്ദീപ്, T മനോജ്, P ചന്ദ്രൻ, P രാഹുൽ, CH അസ്നാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. വിളവെടുത്ത മുഴുവൻ ചീരയും കൃഷിസ്ഥലത്ത് വെച്ച് തന്നെ വിപണനം നടത്തി. ചീരയ്ക്ക് പുറമെ തണ്ണിമത്തൻ, കക്കിരി, വെണ്ട തുടങ്ങിയ പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. പയ്യന്നൂർ സെൻട്രൽ ബസാറിലെ സെൻട്രൽ ഹാർഡ്വെയർസിന്റെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. ഏഷ്യൻ പെയിന്റ്സ് ഏരിയ മാനേജർ അനൂപ് സി ഉദ്ഘാടനം ചെയ്തു. സെൻട്രൽ ഹാർഡ്വെയർസിന്റെ ഏഷ്യൻ പെയിന്റ്സ് കളർ ഐഡിയാസ് നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. ഏഷ്യൻ പെയിന്റ്സ് ഏരിയ മാനേജർ അനൂപ് സി ഉദ്ഘാടനം ചെയ്തു. സെൻട്രൽ ഹാർഡ്വെയർസ് മാനേജിംഗ് പാർട്ണർ SKP അബ്ദുൽ ഖാദർ, പാർട്ണർമാരായ മുഹമ്മദ് ഹുസൈൻ PP, മൊഹ്യുദ്ദീൻ SAP എന്നിവരും SKP അഹമ്മദ് കുട്ടി ഹാജി, TV അഹമ്മദ് ദാരിമി, KP ബാലകൃഷ്ണ പൊതുവാൾ, KU വിജയകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സെൻട്രൽ ഹാർഡ്വെയർസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് 0495202445 എന്ന നമ്പറിലോ 9447022445 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. വാൾ ടെക്സ്ചർ, പെയിന്റിംഗ് സർവീസ്, വാൾപേപ്പേഴ്സ്, ഡിസൈൻ കൺസൾട്ടേഷൻ, ലക്ഷറി വുഡ് ഫിനിഷേഴ്സ് തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ നിന്നും ലഭ്യമാണ്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. BJP കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ നോർത്ത് പ്രസിഡന്റ് KK വിനോദ് കുമാറിന് സ്വീകരണം നൽകി. ചെറുകുന്നത്തറയിൽ നടന്ന പരിപാടി BJP ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുൾ കുട്ടി ഉദ്ഘാടനം ചെയ്തു. BJP കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗവും കണ്ണൂർ ജില്ലാ നോർത്ത് പ്രസിഡന്റ് KK വിനോദ് കുമാറിന് സ്വീകരണവും നൽകി. ചെറുകുന്നത്തറയിൽ നടന്ന പരിപാടി BJP ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുൾ കുട്ടി ഉദ്ഘാടനം ചെയ്തു. അവിടെ CPM-ന്റെ സഖാക്കൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. അവർക്ക് പുറത്തിറങ്ങി നടക്കണമെങ്കിൽ അവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സഹായം വേണ്ട ഗതികേടാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഈ ചെറുകുന്ന് മാത്രമല്ല, കേരളത്തിലാകെ ഒരു ചെറിയൊരു പാർട്ടിയാണ്. കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് CV സുമേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ, യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി രാഹുൽ ഗോപിദാസ്, ജിജേഷ് അണ്ണാമല, വിജു K എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. 2022-2027 14-ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി വികസന പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകാനുള്ള പടന്ന ഗ്രാമപഞ്ചായത്ത് വാർഷിക വികസന സെമിനാർ നടത്തി. പടന്ന മുണ്ടിയ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും ഉൾപ്പെടെ സെമിനാറിൽ പങ്കെടുത്തു. പടന്ന മുണ്ടിയ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. 14-ാം പഞ്ചവത്സര പദ്ധതിയാണ് 2022-2027 കാലയളവ് എന്ന് പറയുന്നത്. അപ്പോൾ 2022 മുതൽ 2027 വരെയുള്ള 14-ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള 2025-26 വർഷത്തെ പഞ്ചായത്ത് പദ്ധതിയുമായി ബന്ധപ്പെട്ട വികസന സെമിനാർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പഞ്ചവത്സര പദ്ധതി കാലയളവിലെ 4-ാമത്തെ പദ്ധതി സെമിനാറാണ് ഇതിലൂടെ നടക്കുന്നത്.
വൈസ് പ്രസിഡന്റ് പി ബുഷറ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ TK മുഹമ്മദ് റഫീഖ് കരട് പദ്ധതി അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M സുമേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം T രജില, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ TKP ഷാഹിദ, PV അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നാടിന്റെ വികസന സ്വപ്നങ്ങൾ വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാൻ കർമ്മരംഗത്തിറങ്ങാൻ പടന്ന പഞ്ചായത്തിലെ എടച്ചാക്കൈ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചു. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ ഗ്രാമവാസികൾ ഒത്തുചേർന്നാണ് വികസന അജണ്ട മാത്രം മുന്നിൽ വെച്ച് ജനകീയ കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത്. ആതുര ശുശ്രൂഷ രംഗത്തും കായിക മേഖലയിലും ഉൾപ്പെടെ ഏറെ പിന്നോക്കം നിൽക്കുന്ന എടച്ചാക്കൈ ഗ്രാമത്തിൽ ആദ്യഘട്ടത്തിൽ പാവപ്പെട്ടവർക്കുൾപ്പെടെ ചികിത്സ ഉറപ്പുവരുത്തുന്ന തരത്തിൽ ആതുരാലയം സ്ഥാപിക്കുന്നതിനാണ് മുൻഗണന നൽകുന്നത്. ആർക്കോ ഹെറിറ്റേജിൽ നടന്ന യോഗം പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. അതേതെങ്കിലും സന്നദ്ധ സംഘടനകൾക്കും അതുപോലെ തന്നെ ചാരിറ്റി സംഘടനകൾക്കും ഏറ്റെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതും ഒരുപാട് കടമ്പകൾ തന്നെയാണ്. അതിന് ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിനിമം 1 ലക്ഷം രൂപ ശമ്പളം കൊടുക്കാതെ ഡോക്ടറെ കിട്ടാത്ത സാഹചര്യം. ഡോക്ടർമാരാണെങ്കിൽ ഗ്രാമത്തിൽ വന്ന് ജോലി ചെയ്യാൻ വേണ്ടി പഠിക്കുന്ന സാഹചര്യം. അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം ഏറ്റവും നന്നായി കിട്ടുക എന്നുള്ളത് മംഗലാവിട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ ഡോക്ടർമാർക്കും ജോലി വേണ്ടത് മംഗലാവില്ല. PK അബ്ദുൾ റഹീം ഹാജി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M സുമേഷ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ബുഷ്ര, പഞ്ചായത്ത് അംഗം P പവിത്രൻ, VK ഹനീഫ ഹാജി, ഡോക്ടർ NB മിദ്ലാജ്, K ഉസൈനാർ കുഞ്ഞി, P ജമാൽ ഹാജി, K മുരളി മാസ്റ്റർ, K നാസർ, TKC മുഹമ്മദ് കുഞ്ഞി ഹാജി, T അബ്ദുൾ റഹീം ഹാജി, K മുഹമ്മദ് കുഞ്ഞി ഹാജി, AG നൌഫൽ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പഴയകാലത്ത് ചിതൽ ശല്യത്തിന് പരിഹാരമായും കൃഷിക്ക് വളമായും ഉപയോഗിച്ചിരുന്ന ഒന്നാണ് മച്ചിത്തോൽ. കണ്ടൽ സസ്യമായ മച്ചിത്തോൽ കുണിയൻ ഭാഗത്ത് വ്യാപകമായി കാണപ്പെടുന്നു. മച്ചിത്തോൽ എന്ന് നാടൻ ഭാഷയിൽ പറയുന്ന കണ്ടൽ സസ്യം കുണിയൻ പുഴയോരത്ത് വ്യാപകമായി കണ്ടുവരുന്നു. പുതിയ തലമുറയ്ക്ക് തീർത്തും അപരിചിതമാണ് ഈ കണ്ടൽ സസ്യത്തോട് തങ്ങളുടെ പൂർവികർക്കുള്ള അഭേദ്യമായ ബന്ധം. പഴയകാലത്ത് വീടിന്റെ മച്ചിന് ചിതൽ പിടിക്കാതിരിക്കാൻ ഈ സസ്യത്തിന്റെ ഇലകളാണ് ഉപയോഗിച്ചിരുന്നത്. മരത്തടികൾക്ക് ചിതലിന്റെ ശല്യമേൽക്കാതെ ഇത് കാത്തുകൊള്ളും. ഒപ്പം തന്നെ കൃഷിക്ക് വളമായും ഉപയോഗിച്ചിരുന്നു. ഒരു കാർഷിക ഗ്രാമമായ കുണിയൻ പുഴയോരത്ത് ധാരാളമായുള്ള മച്ചിത്തോൽ കൃഷിയുടെ അഭിവൃദ്ധിക്ക് സഹായമായിട്ടുണ്ടെന്നാണ് കർഷകനായ ശ്രീധരൻ പറയുന്നത്. കുണിയനിൽ ഒരുപാട് കണ്ടലുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ മച്ചിൻതോല്. അത് കണ്ടത്തിലെത്തുമ്പോൾ വളമായിട്ടും മച്ചിനിടാൻ വേണ്ടിയിട്ട് ആകുമ്പോൾ മച്ചിൻതോലായിട്ടും കാണപ്പെടുന്നു, അങ്ങനെ അറിയപ്പെടുന്നത്. അതിപ്പം ഏകദേശം വംശനാശത്തിൻ്റെ ഭീഷണിയിലാണ് ഉള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പര്യടനം നടത്തുന്ന കണ്ണൂർ ജില്ലാ പ്രചരണ ജാഥയ്ക്ക് പഴയങ്ങാടിയിൽ സ്വീകരണം നൽകി. ജില്ലാ കമ്മിറ്റി അംഗം കോയിപ്രത്ത് രാജൻ ഉദ്ഘാടനം ചെയ്തു. വഴിയോര കച്ചവട തൊഴിലാളി സംരക്ഷണ നിയമം ഗ്രാമപഞ്ചായത്തുകളിലും നടപ്പിലാക്കുക, വഴിയോര കച്ചവട തൊഴിലാളി സർവേ പൂർത്തീകരിച്ച് തിരിച്ചറിയൽ കാർഡും ലൈസൻസും നൽകുക, നിയമവിരുദ്ധമായ ഒഴിപ്പിക്കൽ നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ജില്ലാ പ്രചരണ ജാഥയ്ക്ക് പഴയങ്ങാടിയിൽ സ്വീകരണം നൽകി. ജില്ലാ കമ്മിറ്റി അംഗം കോയിപ്രത്ത് രാജൻ ഉദ്ഘാടനം ചെയ്തു. ആ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു പ്രവണത എത്രയോ വർഷങ്ങളായി ഇവിടെ നടന്നു വരികയാണ്. അപ്പം യഥാർത്ഥ വഴിയോര കച്ചവടമാണ് ഏറ്റവും പൗരാണികമായ കച്ചവട മേഖല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ രാജ്യത്ത് ഈ കേരള സംസ്ഥാനത്ത് 2018 പിണറായി സർക്കാർ വഴിയോര കച്ചവട തൊഴിലാളി സംരക്ഷണ നിയമം ഈ സംസ്ഥാനത്ത് ബാധകമാക്കിയത്. CV കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PP ബാലകൃഷ്ണൻ, M ഗോപാലകൃഷ്ണൻ, OV രഘു, N സുരേഷ്, EM ഏലിയാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുഞ്ഞിമംഗലം VR നായനാർ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം, കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ സഹകരണത്തോടെ വായനായനം പുസ്തക പരിചയം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ CP ഷിജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം VR നായനാർ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം, കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച വായനായനം പുസ്തക പരിചയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ CP ഷിജു ഉദ്ഘാടനം ചെയ്തു. പുതിയ പുസ്തകം കാണുമ്പോൾ അതൊക്കെ പുതുതായി വായിച്ചു പോവുകയാണ്. അത് അവതരിപ്പിക്കാത്ത ഏറ്റവും പുതിയൊരു പുസ്തകം നമ്മൾ നടത്തുന്നതാണ്. ഓരോ നാട്
നിങ്ങളൊക്കെ പുതിയ കാലഘട്ടത്തിലെ കുട്ടികളാണ്. നേരത്തെ കേശവ മാഷ് സൂചിപ്പിച്ചു വെച്ചതുപോലെ വായിക്കാൻ നമുക്ക് ഒരുപാട് സ്പേസുകളുണ്ട് പുതിയ കാലഘട്ടം. അത് ഈ മൊബൈൽ ഫോണിൽ ലാപ്ടോപ്പിലൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും. 15 വേദികളിലായി 70 കുട്ടികൾ 70 പുസ്തകങ്ങൾ അവതരിപ്പിച്ചു. ഹെഡ്മാസ്റ്റർ SP കേശവൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ YB കണ്ണൻ മാസ്റ്റർ, മുകേഷ് KV, പ്രഭ PR, K ശ്രീകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുതിർന്ന മാധ്യമപ്രവർത്തകൻ VT ഷാഹുൽ ഹമീദിന്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. തൃക്കരിപ്പൂർ പ്രസ് ഫോറത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഫോട്ടോ അനാച്ഛാദനം നടത്തി. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുതിർന്ന മാധ്യമപ്രവർത്തകൻ VT ഷാഹുൽ ഹമീദിന്റെ ഫോട്ടോ അനാച്ഛാദനം നടന്നു. തൃക്കരിപ്പൂർ പ്രസ് ഫോറത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഫോട്ടോ അനാച്ഛാദനം നടത്തി. പ്രസ് ഫോറം പ്രസിഡന്റ് ഉർമീസ് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ VK രവീന്ദ്രൻ അനുസ്മരണ പ്രസംഗം നടത്തി. ഡോക്ടർ VPP മുസ്തഫ, KV വിജയൻ, സത്താർ വടക്കുംപാട്, VV കൃഷ്ണൻ, M ഗംഗാധരൻ, TV ഷിബിൻ, C ബാലൻ, KV രാഘവൻ മാസ്റ്റർ, AG ബഷീർ, TV വിജയൻ മാസ്റ്റർ, KV രാഘവൻ മാസ്റ്റർ, CH അബ്ദുൾ റഹീം, E രാഘവൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസ് ഫോറം സെക്രട്ടറി P പ്രസാദ് സ്വാഗതവും ട്രഷറർ KV സുധാകരൻ നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മരക്കലമേറി മലനാട്ടിലെത്തിയ പൂമാല ഭഗവതിയുടെ സഹോദര സ്ഥാനീയനാണ് ഓമന പൂങ്കിടാവെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പൂമാരുതൻ ദൈവം. കണ്ടങ്കാളി ശ്രീ കനകത്ത് കനകം പൂമാല ഭഗവതി ക്ഷേത്രം മുണ്ട്യക്കാവ് കളിയാട്ട മഹോത്സവത്തിൽ പൂമാരുതൻ ദൈവം കെട്ടിയാടി. കേരള ആയുർവേദ തൊഴിലാളി യൂണിയൻ CITU വാഹന പ്രചരണ ജാഥയ്ക്ക് ഫെബ്രുവരി 17 വ്യാഴാഴ്ച വൈകുന്നേരം പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വീകരണം നൽകും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുട്ടികളുടെ ടൈപ്പ് 1 പ്രമേഹത്തിനുള്ള സർക്കാരിന്റെ മിഠായി പദ്ധതിയിലൂടെ നൽകുന്ന സൗജന്യ മരുന്നുകൾ കൃത്യമായി ലഭിക്കുന്നില്ലെന്ന് പരാതി. ഒരു മാസത്തോളമായി പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മരുന്നു കിട്ടാനില്ല. പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ അനധികൃത വഴിയോര കച്ചവടം ഒഴിപ്പിച്ചു. പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന തരത്തിൽ അനുമതിയോടെ അല്ലാതെ ഇനി വഴിയോര കച്ചവടം അനുവദിക്കില്ലെന്ന് നഗരസഭാ അധികൃതർ. പശ്ചാത്തല മേഖലയിൽ ഉൾപ്പെടെ സമഗ്ര പദ്ധതിയുമായി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന സെമിനാർ. സമ്പൂർണ്ണ ഡിജിറ്റൽ ബ്ലോക്ക് പഞ്ചായത്തായി കല്യാശ്ശേരിയെ മാറ്റും. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ മുൻ MLA TV രാജേഷ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മയക്കുമരുന്ന് ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി ജാഗ്രതാ പരേഡ് സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.